നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. എത്ര പേർ ഇന്ന് പകൽ ഈ വചനത്തോട് പ്രതികരിക്കും? നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. കാരണം നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വചനത്തോട് പ്രതികരിക്കാൻ കഴിയുന്നത് ഈ വചനം തുടർമാനമായി കേൾക്കുവാനും ഈ വചനത്തിൽ വിശ്വസിക്കുവാനും കഴിയുന്നത് നിങ്ങൾ അവൻ്റെ സ്വന്തമായതുകൊണ്ടാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിക്കുമ്പോൾ, വചനത്തെ ഏറ്റെടുക്കുമ്പോൾ, ദൈവവചനം നിങ്ങളെ ഇന്ന് പകൽ സ്കാൻ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവമാണ്. മനുഷ്യർ പുറമെയുള്ളത് കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുകയാണ്. ദൈവത്തിൻ്റെ വചനം വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. അതെ, നിങ്ങളുടെ ഹൃദയത്തെ കാണുമ്പോൾ തന്നെ, നിങ്ങളുടെ അവസ്ഥകളെ കാണുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. യേശു പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധ്യമല്ല. തിരുവെടുത്ത് പറയുന്നു, യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന നാം ഓരോരുത്തരും യേശുവിൻ്റെ കയ്യിലാണ്. യേശു തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ വഹിച്ചിരിക്കുകയാണ്. നമ്മെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുകയാണ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതുമെന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ കൂടിയാലോചിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ചിലർ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മുന്നേറ്റത്തിനെതിരെ കൂടിയാലോചനകൾ നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ചിലർ നിരൂപിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ അറിഞ്ഞുകൊള്ളുക, അത് നിങ്ങൾക്കെതിരെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും വചനം പറയുന്നു, അത് ദൈവത്തിനെതിരെയാണ്. യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി. നീ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, നീ ദൈവത്തിൻ്റെ വകയാണ്. നിനക്കെതിരെ ഒരാലോചനയുണ്ടെങ്കിൽ ആ ആലോചന ദൈവത്തിനെതിരെയുള്ള ആലോചനയാണ്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ദൈവം ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ്. കാരണം ദൈവം ആലോചിച്ചത് നിവൃത്തിയാകും, ദൈവം നിർണയിച്ചത് നടന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു കാര്യം നിർണയിച്ചിരിക്കുമ്പോൾ അതിന് വിരോധമായി കൂടിയാലോചന ചെയ്യുന്നവരെ നോക്കി ദൈവം ചിരിക്കുകയാണ്. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവൻ ചിരിക്കുന്നു, പരിഹസിക്കുന്നു. മാത്രമല്ല, നിനക്ക് വിരോധമായി കൂടിയാലോചന ചെയ്യുന്ന നിന്റെ ശത്രുവിന് നേരെ ദൈവമിതാ കോപത്തോടെ അരുളി ചെയ്യും, ക്രോധത്തോടെ അവനെ ഭ്രമിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പന പുറപ്പെടുകയാണ്. കോപത്തോടെ അവൻ അരുളി ചെയ്യും. നിന്നെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. അതെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൽപ്പന പുറപ്പെടുകയാണ്. ഇരുമ്പുകോൽ കൊണ്ട് ദൈവം അവരെ തകർക്കും. കുശവൻ്റെ പാത്രം പോലെ ദൈവം അവരെ ഉടയ്ക്കും. പ്രിയപ്പെട്ടവരെ, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്.
നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. നിനക്ക് വിരോധമായി ശത്രു തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, ഉയർച്ചയ്ക്കെതിരെ ശത്രു തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞുകൊള്ളുക, നിന്നെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.